സോ നോക്കിക്കേ ക്വസ്റ്റ്യൻ എന്താ, ഇവാലുവേറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/5 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/7 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/8 ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുന്നേ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടായിരുന്നില്ലയോ ഇങ്ങനെ ഒരു ഇക്വേഷൻ, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് കണ്ടാൽ നമ്മൾ എന്ത് വിളിക്കണം അതിനെ, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഓക്കെ ആണേ? ഓക്കെ, സോ ഈ റൂള് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മുടെ കീം എക്സാമിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതേപോലെ JEE മെയിൻസ് ലെവലിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മെയിൻസിൽ വരുന്നത് ഇത്ര ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല, കുറച്ചുകൂടെ വേറൊരു മെത്തേഡിലായിരിക്കും. നമുക്ക് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് ശരിക്കും പറഞ്ഞാൽ NDAയിലും അതുപോലെ തന്നെ IMUCറ്റിലും ഒക്കെ ഈ പറയുന്ന എക്സാമുകളിലെല്ലാം സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു 4 ടേംസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ് ആൻസർ കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ആണ്. സോ ആദ്യം താണ്ട് ഇവനെ രണ്ടിനെയും എടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് എനിക്ക് എങ്ങനെ എഴുതാം, ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3 plus 1/5 the whole divided by 1 minus 1/3 into 1/5 എന്ന് എഴുതാം. പ്ലസ് ഇവനെ എനിക്ക് എങ്ങനെ എഴുതാം, ഇവന്മാർ രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ട് എനിക്ക് എങ്ങനെ എഴുതാം, ടാൻ ഇൻവേഴ്സ് ഓഫ് 1/7 plus 1/8 the whole divided by 1 minus 1/7 into 1/8. Okay, which is equal to tan inverse of, അതാ നോക്കിയാൽ ക്രോസ് മൾട്ടിപ്ലൈ, 5 3 8 8 divided by 15 the whole divided by 1 15 minus 1 14 divided by 15 കിട്ടും. സോ 15 നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ 8/14 കിട്ടും. 8/14 നമുക്ക് വീണ്ടും ഫർദർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും, 4 divided by 7 കിട്ടും. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് 4/7 കിട്ടും. ഈ സാധനം എന്തായി, ടാൻ ഇൻവേഴ്സ് ഓഫ് 4 divided by 7 ആയി. അടുത്തത് ഇതെന്താവും, ടാൻ ഇൻവേഴ്സ് ഓഫ് 8 plus 7 15 ഡിവൈഡ് ബൈ 56 the whole divided by 55 divided by 56. ഓക്കെ, സോ 56ഉം 56 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ഔട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3 ആവും, 5 കൊണ്ട് കട്ട് ചെയ്താൽ ഇത് 11 ആവും. സോ 3/11 എന്ന് കിട്ടും. ഇതെന്തായി, ടാൻ ഇൻവേഴ്സ് ഓഫ് 3 divided by 11 ആവും. ഇത് വീണ്ടും ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന ഫോമാറ്റ് വന്നിട്ടുണ്ട് അല്ലേ. സോ ഒരുമിച്ച് എഴുതാം, ടാൻ ഇൻവേഴ്സ് ഓഫ് 4/7 പ്ലസ് 3/11 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 4/7 ഇൻറ്റു 3/11 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു, സോൾവ് ചെയ്ത് നോക്കി എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് ഓഫ്, സോൾവ് ചെയ്ത് 11 44 പ്ലസ് 7 into 3 44 പ്ലസ് 7 into 3 എത്ര, 21 21ഉം 44 64 65. സോ 65 ഡിവൈഡഡ് ബൈ 7 into 11 ഞാൻ 7 into 11 തന്നെ ഇടുക. കാരണം എന്താ, ഇവിടെ ഡിനോമിനേറ്ററിൽ താഴെ കിടക്കുന്ന ടേമിൽ എന്ത് ചെയ്യും, ആ 7 into 11 ഡിനോമിനേറ്റർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ 7 into 11 അല്ലെങ്കിൽ നമുക്കറിയാം എത്ര 77 ആണ്. ഓക്കെ, സോ ഇതെത്ര, 77 മൈനസ് 12 എന്ന് കിട്ടും. 77 മൈനസ് 12 എന്ന് പറയുമ്പോൾ 65. സോ ഇതും 65 ഡിവൈഡഡ് ബൈ 7 into 11 എന്ന് കിട്ടും. സോ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആവും. നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ആണ് കിട്ടുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ആണ് കിട്ടുന്നത്. ടാന്റെ ഏത് വാല്യൂവിനാണ് 1 കിട്ടുന്നത്, 5/4 അല്ലേ. സോ ആൻസർ എന്താ, ഓപ്ഷൻ ഡി 5/4. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് ആ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണേ. ഓക്കെ.